بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم قال الله عز وجل ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ കർമ്മപരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന കർമ്മശാസ്ത്ര കിതാബുകൾ പരിശോധിക്കുമ്പോഴുമെല്ലാം നൂറുകണക്കിന് വഖഫുമായി ബന്ധപ്പെട്ട മസ്അലകൾ നമുക്ക് കാണാവുന്നതാണ്. ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ കർമ്മപരമായ കാര്യങ്ങൾ ഫുഖഹാക്കൾ വേർതിരിക്കുന്നതായി കാണാം. നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിക്കാഹ്, അതിന്റെ ത്വലാഖ്, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ജിനായാത്ത്, പ്രതിക്രിയകൾ എന്ന് തുടങ്ങിയിട്ട് പല കാര്യങ്ങളും. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വഖഫ്. വഖഫ് സംബന്ധമായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും അതുപോലെ പരിശുദ്ധവാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലെ ശകലങ്ങളും അത് വിശദീകരിച്ച മഹാന്മാരായ ഫുഖഹാഇന്റെ ഉദ്ധരണികളും പരിശോധിക്കുമ്പോൾ 1947 ഓഗസ്റ്റ് 15 അന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യയുടെ 77 ആണ്ടുകൾ പൂർത്തീകരിച്ച് നമ്മൾ ഇന്നലെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ സ്വാതന്ത്ര്യമല്ലാതെ നമ്മുടെ പടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്നത്തെ ഭരണകർത്താക്കൾ അവരുടെ കരുക്കുകൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു പരമമായ ഒരു രഹസ്യമായി പലരും രഹസ്യമാക്കാൻ പരിശ്രമിക്കുന്ന കാര്യങ്ങൾ, രഹസ്യമായി പലരും ചിത്രീകരിക്കാൻ കാണിക്കുന്ന ചില പേക്കൂത്തുകൾ പരസ്യമായി കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഒരു പൗരന് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും മൗലിക അവകാശങ്ങൾക്കെതിരെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങൾ പിന്നണിയിൽ വളരെ ശക്തമായ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നിയമങ്ങൾ എന്താണ്, ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയമെന്തെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ആലു ഇംറാൻ 120-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാലു, നിശ്ചയമായിട്ട് നിങ്ങൾ ചേരൂല, അൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവയിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമ്പത്തുകൾ ചെലവഴിക്കുന്നത് വരെ ബിർറിലേക്ക്, നന്മയിലേക്ക് നിങ്ങൾ നിശ്ചയമായും ചേരൂല. വമാ തുൻഫിഖു മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം, നിങ്ങൾ ഏതൊരു കാര്യവും നിങ്ങൾ ധർമ്മമായിട്ടോ വഖഫായിട്ടോ മറ്റു രൂപത്തിലോ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ അറിവ് ഉള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഈ പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ മഹാനായ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഈ ആയത്തിന്റെ ഈ അവതരണം കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്ന അഹബ്ബ മാലി ഇലയ്യ ബൈറുഹാ ഫഇന്നഹാ സദഖത്തുൽ ലില്ലാഹ്. അല്ലാഹുവിന്റെ നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എന്റെ മുതലുകളെ കൂട്ടത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹാ തോട്ടമാണ് നബിയെ. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ബാബു അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്. ആ വാതിലിന്റെ മുൻവശത്തായിരുന്നു ബൈറുഹാ തോട്ടം. മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാറ്റുകൊള്ളാൻ വേണ്ടി ആ തോട്ടത്തിൽ
പോയി ഇരിക്കാറുണ്ടായിരുന്നു. കാറ്റ് ലഭിക്കാൻ വേണ്ടി, നല്ല കാറ്റ് കിട്ടാൻ, ഉന്മേഷത്തിന് വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബൈറുഹാ തോട്ടത്തിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ഇന്ന് പരിശുദ്ധമായ മസ്ജിദ് നബവിയിലേക്ക് പോയി നോക്കിയാൽ ബാബു അബ്ദുൽ മജീദിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഈത്തപ്പന മട്ടലുകളോ ആ സുന്ദരമായ പാനീയങ്ങളോ ശീതള പാനീയങ്ങളോ കാണാൻ സാധിക്കൂല. കാരണം ഇത് പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ഭാഗമായി തീർന്നിട്ടുണ്ട്. ഇന്ന് ആ തോട്ടം മസ്ജിദ് നബിയുടെ പള്ളിയുടെ ഭാഗമായി തീർന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പറഞ്ഞു, ഫഇന്നഹാ സദഖത്തുൽ ലില്ലാഹ്, അത് അല്ലാഹുവിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്യുകയാണ് നബിയേ, അല്ലാഹുവിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്യുകയാണ് നബിയേ. അർജു ബിർറഹാ വദുഖ്റഹാ ഇൻദല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഹത്താ തുഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ധർമ്മം ചെയ്യുന്നത് വരെ, ചെലവഴിക്കുന്നത് വരെ. നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ബൈറുഹാ തോട്ടം ഞാനിതാ വഖഫ് ചെയ്യുകയാണ് നബിയെ. ഞാൻ മരിച്ചുപോയി നാളെ മഹ്ശറ വനസഭയിൽ സംഗമിക്കുമ്പോ അതൊരു സുഹറാകണം നബിയെ, അതെനിക്കുള്ള സൂക്ഷിപ്പ് സ്വത്താകണം നബിയെ, അതെനിക്കൊരു ഗുണമാകണം നബിയെ. അല്ലാഹുവിന്റെ അരികിലേക്ക് സൂക്ഷിപ്പ് സ്വത്തായി മാറണം നബിയെ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഫലഅഹാ ഹൈസു ശിഅത, നബിയെ വഖഫിന്റെ ഭാഗത്തിലൂടെ ചെലവഴിക്കാൻ ഏതൊക്കെ രൂപമാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ നിങ്ങൾ ചെലവഴിക്കണേ നബിയെ എന്ന് മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഇതൊരു വഖഫായിരുന്നു. ഇബ്നു ഹിബ്ബാൻ റിവായത്ത് ചെയ്ത ഹദീസ് അല്ലേ ഇത്. അന്ന് മുതൽ ഇന്നോളം മുസ്ലിമീങ്ങൾ വഖഫ് ചെയ്തു വരികയാണ്. എന്നാൽ ഇപ്പോൾ വഖഫ് വിഷയം ഏറെ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൽ നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൈകടത്താൻ ശ്രമിച്ചതാണ് ഇന്നിപ്പോൾ വിവാദമായതിന്റെ കാരണം എന്താ? ഒരിക്കലും തന്നെ സ്വീകരിക്കാൻ കഴിയാത്ത 2-3-4 അജണ്ടകളാണ് അവർ പറയുന്നത്. ചിലത് കേട്ട ചെറിയും വരും, ചിലത് കേട്ട ഒന്ന് നമുക്ക് നുളോത്സാഹനം വരും. 1936 ഇന്ത്യയിൽ ആദ്യമായി വഖഫ് നിയമം നിലവിൽ വന്നത്. 1936 സ്വതന്ത്രം ലഭിക്കുന്നതിന് 11 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അത് കൊണ്ടുവന്നത്. അത് അന്ന് കൊണ്ടുവന്ന അത് ഏകീകൃതമായ രൂപത്തിൽ മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്ത് മുഴുവൻ ഒരു ഏകീകൃതമായ രൂപത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അന്ന് അവർ ബില്ല് പാസ്സാക്കിയത്. അത് ശർഇന്റെ വീക്ഷണത്തിലൂടെ തെറ്റുകൾ കാണാറില്ലായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പിത്രങ്ങാൻ വലിയ സ്നേഹം മുസ്ലിമീങ്ങളോട്, എന്തൊരു സ്നേഹാണ്. അന്യാധീനപ്പെട്ട് പോകരുത് കരുതിയിട്ടാണോ ചെയ്തത്? മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞില്ലേ, അന്നൽ മസ്ലഹത്തുൽ മുനജ്ജസത അല മുഖദ്ദമത്തുൽ മഫ്സദത്തുൽ മുതവഹമതി. നമ്മൾ നിലവിലുള്ള മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ അതിനെ മുന്തിക്കപ്പെടണം ഭാവിയിലുള്ള ഫസാദ് ഇല്ലാതിരിക്കാൻ വേണ്ടി. അന്ന് പ്രഥമ ദൃഷ്ടി അത് കുഴപ്പമില്ലായിരുന്നു. 1936 ബില്ല് കൊണ്ടുവന്നു. ആദ്യമായി വഖഫിന്റെ നിയമം നിലവിൽ വന്നു. പിന്നീട് 1997 കൃത്യമായി പറയുകയാണെങ്കിൽ 61 വർഷങ്ങൾക്ക് ശേഷം 1997 അത് പരിഷ്കരിച്ചു. അതിന്റെ ഉദ്ദേശം വഖഫ് വസ്തുക്കളുടെ സംരക്ഷണമായിരുന്നു. വഖഫ് വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ നടന്നു പോകണമെന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് ഒന്നും കൂടി മാറ്റിയിട്ട് വഖഫ് വസ്തുക്കളുടെ സംരക്ഷണാർത്ഥം പരിഷ്കരിച്ചത്. എന്നാൽ 1997 കഴിഞ്ഞു. 2024 ഒന്നും കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒന്നും കൂടി സംരക്ഷിക്കാൻ വേണ്ടി സംരക്ഷണ കമ്മിറ്റികൾക്ക് വല്ലാത്തൊരു താല്പര്യം ഉണ്ടായി. ആ ബില്ല് പാസ്സാക്കാൻ വേണ്ടി ചർച്ചകൾ വന്നപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മൗലികാവകാശം ഇന്ത്യ മഹാരാജ്യത്ത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന വലിയ ലോകത്തിന്റെ മുമ്പിൽ, ലോക ജനതയ്ക്ക് മുമ്പിൽ അഭിമാനത്തോടു കൂടി പോകുന്ന ഒരു ഡെമോക്രസി കൺട്രി, ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ചില നീക്കങ്ങൾ
കൃത്യമായി പറയുകയാണെങ്കിൽ ഭരണഘടനാ ലംഘനം 3, 25, 26 വകുപ്പുകളിൽ ഏത് പൗരനും താൻ ഇഷ്ടപ്പെടുന്ന മതമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും അവന്റെ മതപ്രവർത്തനം നടത്താനും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആർട്ടിക്കിളുകൾ അതിന്റെ അനുച്ഛേദങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിനെ മുഴുവനും പാടെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ ഈ നിയമത്തിന്റെ മുമ്പിൽ കടക്കൽ വെക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഒരു കാര്യം ഞാൻ മുഖദ്ദിമയായി പറയാം, ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടൊന്നല്ലേ ഈ പറയുന്നത്. CI വന്നില്ലേ, NRC വന്നില്ലേ, ഏക സിവിൽ കോഡ് വരാണ്ട് പറഞ്ഞില്ലേ. പക്ഷെ ശ്രദ്ധിക്കണം, തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാല് ഇവിടുത്തെ ഭരണഘടന മുഴുവനും മാറ്റി എഴുതു. അല്ലാഹു തആല കൊടുത്തില്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൗലികാവകാശത്തിൽ കടക്കൽ കത്തിവെക്കുന്ന ഒരു നിയമം കരുക്കൾ നീക്കുകളാണ് ഇവർ നടത്തുന്നതെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇവർ ഇപ്പോൾ പറയുന്നത് ഇതിന് വഖഫ് നാമ എന്ന ഒരു പേരിലാണ് ഇനി മുതൽ വഖഫിന്റെ സ്വത്തുകൾ അറിയപ്പെടുക. വഖഫ് നാമ, നിക്കാഹ് നാമ പോലെ വഖഫ് നാമ വലിയ അപകടം പിടിച്ചൊരു വിഷയമാണ്. കാരണം എന്താ? 947 മുമ്പും അതിന്റെ ശേഷവുമെല്ലാം ഇന്ത്യ മഹാരാജ്യം ഈ വഖഫ് നാമ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നിക്കാഹ് നാമ പോലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയം. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഈജാബും കബൂലും സീഗയും വലിയും ഷാഹിദാനിയും സൗജും ഉണ്ടായി കഴിഞ്ഞാൽ നിക്കാഹ് ശറഇൽ എന്താവും? അത് മുനഅഖദാവും, കെട്ടുപെടും. പക്ഷേ നമ്മൾക്ക് ഇപ്പൊ അറിയാലോ, നിക്കാഹിന്റെ രജിസ്ട്രേഷൻ വേണം, അതിന്റെ പിന്നെ എന്ത് വിഷയങ്ങൾ വരുമ്പോൾ പഞ്ചായത്തിലും എന്താക്കണം, പല എല്ലാവർക്കും വിഷയങ്ങൾ അറിയാം. എന്നതുപോലെ വഖഫും അങ്ങനെ ആ രൂപത്തിലാക്കേണ്ടതുണ്ട്. നിക്കാഹ് രജിസ്ട്രേഷൻ നമ്മൾ പഞ്ചായത്ത് മുഖാന്തരം ചെയ്യുന്നത് പോലെ വഖഫും ആ രൂപത്തിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങ് രജിസ്ട്രേഷൻ ചെയ്യാത്തതൊന്നും വഖഫിന്റെ സ്വത്തല്ല. അങ്ങ് രജിസ്ട്രേഷൻ ചെയ്തെങ്കിലേ വഖഫാകൂ എന്ന് ഇസ്ലാമിൽ ഒരു ശരീഅത്ത് പോലും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നം? വഖഫിന്റെ ഈ രൂപത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത പല മഹല്ലുകൾ ഉണ്ടാകും, പല മദ്രസകൾ ഉണ്ടാകും, പല അറബി കോളേജുകൾ ഉണ്ടാകും, പല മഖാമുകൾ ഉണ്ടാകും, പല പള്ളിയുടെ സ്വത്തുക്കൾ ഉണ്ടാകും. മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഒരു 4-5 മിനിറ്റ് മുമ്പ് മക്കളെ വിളിച്ചാണ്ട് പറഞ്ഞു, പൊന്നുമോനെ, ബാപ്പ പറയാ, പൊന്നുമോനെ ഇന്റെ പേരിലുള്ള ആ സ്വത്തുണ്ടല്ലോ അത് കുറച്ച് പള്ളിക്കാണ് കൊടുത്താളാ, അതുകൊണ്ട് ആ പള്ളിക്ക് വേണ്ടി ഞാൻ ആ സ്വത്ത് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അത് വഖഫാണെങ്കിലും ഈ ബാപ്പാന ICU കൊണ്ടായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയോ? പക്ഷെ ഇത് വഖഫ് ആകൂല എന്ന വഖഫ് നാമ എന്ന് പറയുന്ന നിയമം ഇവിടെ നടപ്പിലായാൽ വരുന്ന പ്രശ്നം, അത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശ ലംഘനമാണ്. ഇസ്ലാമിക മതവീക്ഷണ പ്രകാരമുള്ള നിയമത്തിനെതിരാണ് വരുന്നത്. അത് അംഗീകരിക്കാൻ കഴിയൂല. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഒരു വസ്തു വഖഫ് ആണോ അല്ലേ എന്ന തർക്കം വന്നാൽ അതിൽ ആത്യന്തിക തീരുമാനം സർക്കാരിൻ്റെതായിരിക്കുമെന്നാണ്. ഒരു സ്വത്ത്, ആ സ്വത്ത് വഖഫ് ആണോ അല്ലേ തീരുമാനം. ഒരു വഖഫ് ചെയ്ത സ്വത്തുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വന്നു. സാധാരണ മഹല്ലുകളിലൊക്കെ നടക്കുന്ന വിഷയമാണത്. ചില ആൾക്കാർ പറയുമ്പോൾ അത് അത്രേ വഖഫ് ചെയ്തിട്ടുള്ളൂ, ആ പള്ളി കമ്മിറ്റി അല്ലല്ല, ഒത്തിരിയും കൂടി വഖഫ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സാധാരണ തർക്കം ഉണ്ടാകാറുണ്ട്. അപ്പൊ ആധാരം നോക്കും, അടിയാധാരം നോക്കും, മറ്റു നോക്കും, മറിച്ചത് നോക്കും. എത്ര ആധാരം അടിയാധാരം ഉണ്ടായാലും അവസാന വാക്ക് അത് സർക്കാർ ആയിരിക്കും. കളക്ടർ മുഖാന്തരം അത് സർക്കാർ തീരുമാനിക്കുക. അപ്പൊ സർക്കാർ തീരുമാനിച്ചു എന്ത്? അത് വഖഫല്ല തീരുമാനിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വഖഫിന്റെ സ്വത്താണെങ്കിൽ അത് വഖഫല്ല തീരുമാനിക്കേണ്ടി വരും. എന്നാൽ ആദ്യം അങ്ങനെയല്ല. വഖഫ് ട്രൈബ്യൂണലായിരുന്നു ഇത് വിഷയം ആദ്യം തീരുമാനിച്ചിരുന്നത്. വഖഫിന്റെ സ്വത്താണോ അല്ലേ എന്ന് തർക്കം വരുമ്പോൾ അത് നോക്കാൻ വേണ്ടി മുസ്ലിം പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന വഖഫ് ട്രൈബ്യൂണൽ ഉണ്ടായിരുന്നു. ആ വഖഫ് ട്രൈബ്യൂണലാണ് തീരുമാനിക്കുക അത് വഖഫാണോ അല്ലേ. ആ കൃത്യമായ നീതിയുക്തമായ അഭിപ്രായമായിരുന്നു വന്നിരുന്നത്. ഇനി നേരെ തിരിയാൻ പോകുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർക്കാർ തീരുമാനിച്ചാല് എത്ര വഖഫ് സ്വത്ത് ദുനിയാവിൽ ഉണ്ടാവും നമുക്കറിയാം. കാരണം ആ അർജുനെ കാണാതായിട്ട് ദിവസങ്ങളായി. ഒരു ലോറിന്റെ കഷ്ണം പോലും കിട്ടാതെ ഒരുപാട് നടന്നങ്ങട്ടും ഇങ്ങോട്ടും. എന്നാലോ ഒരുപാട് ദിവസം തെരഞ്ഞിട്ടും ആ അർജുനെ കിട്ടിയിട്ടില്ല. അല്ലാഹു തആല കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ. ആമീൻ. അങ്ങനത്തെ ദുരവസ്ഥയോട് അല്ലാഹു തആല നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഈ മനുഷ്യന്മാർക്ക് 600-700 പഴക്കമുള്ള പള്ളിന്റെ അടിയിൽ നിന്ന് പലതും കിട്ടുന്നുണ്ട്.
വർഗീയത പറയുകയാണ് ചെയ്യുന്നത്. ഇതെന്താ അതിന്റെ ഉദ്ദേശം? എന്താ ഇതിന്റെ ഉദ്ദേശം? ഇവർ തീരുമാനമെടുക്കാൻ നിന്നാൽ, സർക്കാർ തീരുമാനമെടുക്കാൻ നിന്നാൽ ഇവിടെ എത്ര വഖഫിന്റെ ഭൂമി ലോകത്തുണ്ടാകും? ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമികൾ നഷ്ടപ്പെട്ടു പോകൂലേ? പള്ളികൾക്ക്, മദ്രസകൾക്ക്. അൽഹംദുലില്ലാ, വല്ല സന്തോഷം എന്ന് വെച്ചാൽ ഈ കാലം അത്രയും ഇല്ലാത്ത ബഹളമാണ് നമ്മുടെ എംപിമാര്, നമ്മുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ അന്ന് ആ സംസാരവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അത് ഇപ്പൊ പാർലമെന്റിലേക്ക്, ചർച്ചയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയം, ഞാൻ പെട്ടെന്ന് പോകുക. ഒരിക്കലൊരു വസ്തു വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് പിൻവലിക്കാൻ പറ്റും. അതാണ് അടുത്ത നിയമം. ഒരാൾ സാധനം വഖഫ് ചെയ്താൽ, പള്ളിയിലേക്ക് കുറച്ച് സ്ഥലം വഖഫ് ചെയ്താൽ അതിനെന്താക്കാൻ പറ്റും? പിൻവലിക്കാൻ പറ്റുമാണെങ്കിൽ. വഖഫ് ചെയ്താൽ അതിന്റെ ഉടമസ്ഥത അല്ലാഹുവിനായി മാറിയില്ലേ? ബഹുമാനപ്പെട്ട ഖാതിമുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മുഹ്താജിന്റെ 6-ാം വാള്യം 235-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. വശറഅൻ, എന്താണ് വഖഫ്? പരിശുദ്ധമായ ദീനിന്റെ വീക്ഷണത്തിൽ ഹബ്സു മാലി യുംകിനുൽ ഇന്തിഫാഉ ബിഹി മഅ ബഖാഇ ഐനിഹി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, ദീനീ സംവിധാനങ്ങൾക്ക് വേണ്ടി നമ്മൾ സാധനം വഖഫ് ചെയ്യുമ്പോൾ ആ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വേണമെങ്കിൽ അത് തിരിച്ചെടുക്കാൻ അവകാശം പരിശുദ്ധമായ ദീന് തരുന്നേ ഇല്ല. ഹബ്സു മാലിൻ, മുതലിനെ ഹബ്സ് ചെയ്ത് തടഞ്ഞു വെക്കലാണ്. യുംകിനുൽ ഇന്തിഫാഉ ബിഹി, എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അതിനെ വഖഫ് ചെയ്തത് ആ കാര്യത്തിൽ ഉപയോഗിക്കുന്ന രീതിയിൽ മഅ ബഖാഇ ഐനിഹി, ആ വസ്തുവിന്റെ തടി അവശേഷിക്കലോടുകൂടെ അത് തിരിച്ചെടുക്കാൻ അവകാശമില്ല. അതാണ് പരിശുദ്ധമായ ദീനിന്റെ വീക്ഷണം. ശാഫിഈ മദ്ഹബ് അങ്ങനെയാണെങ്കിൽ ഹനഫി മദ്ഹബിൽ ലഫ്ളിന്റെ ആവശ്യം പോലുമില്ല വഖഫായി തീരണമെങ്കിൽ. ശാഫിഈ മദ്ഹബിൽ ഇങ്ങനെയാണ് വഖഫിന്റെ നിയമമെങ്കിൽ, ഹനഫി മദ്ഹബിൽ ഒരു സാധനം വഖഫായി തീരണമെങ്കിൽ തലഫ്ളിന്റെ പോലും ആവശ്യമില്ല. കുറച്ച് ആൾക്കാർ കൂടി ഒരു സ്ഥലത്ത് 11 നിലക്ക് ഇബാദത്ത് ചെയ്തു. പള്ളി വഖഫായിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ ഹനഫിക്കാരാണെങ്കിൽ കുറച്ച് ഹനഫികളായ ആളുകൾ കൂടിയിട്ട് ഇവിടെ നിസ്കാരം, ഇവിടെ ഹദ്ദാദ്, റാത്തീബ്, മൗലൂദ്, ദർസ്, അങ്ങനെ ആയാൽ ഇത് വഖഫായി ഓട്ടോമാറ്റിക്കലി ആയി മാറുമെന്നാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. അങ്ങനെ ശാഫിഈ മദ്ഹബ് പ്രകാരം വഖഫ്, നമ്മൾ ശാഫിഈയാക്കളാണല്ലോ, ശാഫിഈ മദ്ഹബ് പ്രകാരം വഖഫ് ചെയ്ത സാധനം അത് തിരിച്ചെടുക്കാൻ പറ്റൂല. പിന്നെ ഈ നിയമങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും? അത് സ്വീകരിക്കാൻ കഴിയൂല. വഖഫ് ചെയ്ത സാധനം വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഈ ഒരു അജണ്ട അത് അംഗീകരിക്കാൻ കഴിയൂല. മാത്രമല്ല അടുത്തൊരു കാര്യം, പുതിയ ബില്ല് പ്രകാരം വഖഫ് ബോർഡിൽ മുസ്ലിമീങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കണമെന്ന് സർക്കാർ ശാഠ്യം പിടിക്കുകയാണ്. മുസ്ലിമേതര വിശ്വാസികളെ വഖഫ് ബോർഡിന്റെ കമ്മിറ്റിന്റെ മെമ്പർമാരായിട്ട് വെക്കണം. രാമക്ഷേത്രത്തിൽ എത്ര മുസ്ലിയാക്കന്മാരുണ്ട്, എത്ര മുസ്ലിമാരുണ്ട്? നമുക്കത്ര നിയമമൊന്നും, നമുക്കത്ര വാശിയൊന്നുമില്ല. നമുക്കറിയോ, ഉത്സവം നടക്കുന്ന സന്ദർഭത്തിൽ ആ സ്ഥലത്തേക്ക് പോയി ചെറിയ പിന്നും അതുപോലെ തന്നെ വാളിയും വിൽക്കാൻ വരെ പറ്റാത്തൊരു സന്ദർഭമാണ്. ഉത്സവം നടക്കുമ്പോ ആ ഭാഗത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ ആൾക്കാരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആളുകളെ പിടിച്ച് ഇതിന്റെ ഉള്ളിൽ കമ്മിറ്റി മെമ്പർമാരാക്കി വെച്ചാൽ എങ്ങനെ ഇതിന്റെ കാര്യം കൈകടത്താൻ കഴിയാം? മുസ്ലിമീങ്ങൾക്ക് തന്നെ അധികവും ഈ വിഷയം മസലകൾ അറിയൂല. പിന്നെ മുസ്ലിമേതര വിശ്വാസികളെ വെച്ചാൽ അതിന്റെ വിഷയം ഗൗരവമല്ലേ? ഉദാഹരണം പറയാം, ഒരു കുട്ടിക്ക് അസുഖം പിടിച്ചപ്പോ ആ കുട്ടിയെ കാണിച്ചാൻ വേണ്ടി ഇപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. മുസ്ലിമേതര വിശ്വാസിയായ ഡോക്ടറാണ്. ഡോക്ടർ ചോദിച്ചു, എന്താ അസുഖം? നല്ല പനാണ് ഡോക്ടറെ. എപ്പോഴാ തുടങ്ങിയത്? ഇന്നലെ അസ്രാങ്ക് കൊടുത്ത മുതൽ തുടങ്ങിയതാണ്. എന്നാൽ നാളെ മുതലേ ബാങ്ക് കൊടുക്കണ്ടോ? എപ്പോഴാ പനി തുടങ്ങിയത്? ഇന്നലെ അസർ ബാങ്ക് കൊടുത്തപ്പോഴാ തുടങ്ങിയത്. ആഹാ, അപ്പോഴാ തുടങ്ങിയത്. തന്നെ അസർ ബാങ്ക് വേണ്ട. അതാകും അവസ്ഥ.
അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പല കാരണങ്ങളാലും എനിക്ക് പറയാൻ ഒരുപാട് പറയാണ്ട് പറയാൻ നഫ്സ് സമ്മതിക്കാത്തതുകൊണ്ട് അതിലേക്ക് പോകാക്ക. ഇങ്ങനെ പല കാരണത്താലും ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കലി നിയമത്തെ നമ്മുടെ എംപിമാര്, നമ്മുടെ ജനപ്രതിനിധികൾ മുഴുവനും ശിഖാന്തം എതിർത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവരെ ശർറിൽ നിന്ന് ഈ രാജ്യത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഓർക്കണം, സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ ആയത്താണ്. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുക, നിശ്ചയമായി ഞാൻ നിങ്ങൾക്ക് ഏറെ 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 തരുക തന്നെ ചെയ്യുന്നതാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവരും ഒരു മതസൗഹാർദ്ദത്തോടുകൂടെ ഒരു ജപമാലയിൽ കോർത്തിണക്കപ്പെട്ട മുത്തുമണികളെ പോലെ സൗഹാർദ്ദത്തിലായി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും ഈ സൗഹാർദ്ദത്തിലായി നമുക്കും നമ്മുടെ സന്താന പരമ്പരയ്ക്കും ഈ മണ്ണിൽ ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ വർജിച്ചുകൊണ്ട് ജീവിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ മഹല്ല് ഖബർസ്ഥാൻ അന്തിറങ്ങുന്ന എല്ലാ മുഅ്മിനും മുഅ്മിനാത്തിനും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. പടച്ചോനെ, നിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഇൽമുകൾ തഖ്വയോടുകൂടി പഠിക്കാനും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനും ഞങ്ങൾക്കും ഞങ്ങളുടെ ശിഷ്യന്മാർക്കും മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ മഹല്ല്, ഈ മഹല്ലിലുള്ള ഈ ഒരു ഐക്യബോധം നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനെ. മുഫ്സിദിന്റെ ഫസാദിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. സാഹിറിന്റെ സിഹറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ആയിനിന്റെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ശർറന്മാരെ ശർറുകൾ നീ ബാത്തിലാക്കണേ അല്ലാഹ്. വസിദ് റബ്ബി കറാമതഹു വഫീ ഖൽബി മഹബ്ബതഹു വആതി ലനാ ശഫാഅതഹു ഷഹീദ് അലി വലിയില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് വസിദ് റബ്ബി കറാമതഹു വഫീ ഖൽബി മഹബ്ബതഹു വആതി ലനാ ശഫാഅതഹു ഷഹീദ് അലി വലിയില്ലാഹ് സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് വസിദ് റബ്ബി കറാമതഹു വഫീ ഖൽബി മഹബ്ബതഹു വആതി ലനാ ശഫാഅതഹു ഷഹീദ് അലി വലിയില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ലി ഖംസത്തുൻ ഉത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർതദ വബ്നാഹുമാ വൽ ഫാത്തിമ ലി ഖംസത്തുൻ ഉത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹാതിമ المصطفى والمرتضى وابناهما والفاطمة خمسة أطفي بها هر الوباء الحاطمة المصطفى والمرتضى وابناهما والفاطمة بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.